പുനഃപ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് ക്ഷേത്രങ്ങളുണ്ടായി, ക്ഷേത്രങ്ങളുടെ ആരാധനയുടെ പിന്നിലുള്ള ആചാരങ്ങളുടെ പിന്നിലുള്ള ആധ്യാത്മികമായ തലമെന്ത്, എന്താണ് അതിൽ കുടികൊള്ളുന്ന ആധ്യാത്മികമായ അറിവ്, തേജസ്, പൊരുൾ എന്നിവ വിശദമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം സാംബശിവശാസ്ത്രികൾ രചിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിപുരാതനമായ രണ്ട് സംസ്കൃതികളുടെ ഒരു ലയനമാണത്. സനാതന ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദു ധർമ്മങ്ങളുടെയും അതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ കീഴിൽ വരുന്ന വൈജ്ഞാനികമായ വിഷയങ്ങളുടെയും എല്ലാം ഒരു ഏകോപിച്ചുള്ള അന്വേഷണവും പഠനവുമാണ്. പുരാതനമായ രണ്ട് സംസ്കൃതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ബ്രാഹ്മണങ്ങളും ഐതിഹ്യം ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്കൃതിയും, അതേസമയത്ത് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡരുടെ ഒരു സംസ്കൃതിയും, ഇത് തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു ഏകീകൃത രൂപമാണ് നമ്മൾ ഇന്ന് ഹിന്ദു സംസ്കാരമായി വിവക്ഷിക്കപ്പെടുന്നത്. ഹൈന്ദവം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ വേദങ്ങളിൽ തുടങ്ങി അനന്തമായി നീളുന്ന ആ വിജ്ഞാനത്തിൻ്റെ മണ്ഡലങ്ങളെല്ലാം ഉൾച്ചേർന്നതും, അതേസമയത്ത് ദ്രാവിഡ നാടിൻ്റെ തിരുവള്ളുവർ തുടങ്ങി ഭവനന്ദി തുടങ്ങി അതുപോലെ തന്നെ തൊൽക്കാപ്പിയർ തുടങ്ങി തെന്നിന്ത്യയുടേതായ ഒരു സംസ്കാരത്തിൻ്റെ ചിന്താധാരകളെല്ലാം കൂടി ഇത് രണ്ടും കൂടി സമന്വയിച്ച് ഉണ്ടായ ഒന്നാണ് സനാതന ധർമ്മം അഥവാ ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദു പദത്തിന് മേലായി അതിന് സമാനമായി ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ലോകത്തിലെ അറിയപ്പെട്ടിടത്തോളം ഏറ്റവും പുരാതനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. അതിൻ്റെ കാലം കൃത്യമായി ഗണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വേദങ്ങളിൽ തുടങ്ങി ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും അതുപോലെ തന്നെ ആരണ്യകങ്ങളും പിന്നീട് പുരാണങ്ങളും അവയോടനുബന്ധിച്ച് മറ്റ് ദർശനങ്ങളും എല്ലാം കൂടി ചേർന്ന ഒന്നാണ് ഇന്ത്യയുടെ പൗരാണികമായ സംസ്കാരം എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുക, ഇതിനെ അത്യന്തം ലളിതമായ രീതിയിൽ ഭാവുകന്മാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ധർമ്മമാണ് മഹാപണ്ഡിതനായ കെ സാംബശിവശാസ്ത്രികൾ ഏറ്റെടുത്തത്. അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാരത സംസ്കൃതിയുടെ അതിപ്രാചീനങ്ങളായ മേഖലകളിലേക്കെല്ലാം നമുക്ക് വെളിച്ചം കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇതിഹാസങ്ങളെയും നമ്മുടെ പുരാണങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് ഈ ഹിന്ദുമത പ്രദീപിക ഏറ്റവും ശ്രദ്ധേയമായി തീർന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇതെല്ലാം സംസ്കൃതത്തിൽ മാത്രമാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്, സംസ്കൃത ഭാഷയിൽ. എന്നാൽ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ഓരോന്നും കൃത്യമായി എടുത്തെടുത്ത് പ്രതിപാദിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വൈദിക ദർശനങ്ങളിൽ തുടങ്ങി അവൈദിക ദർശനങ്ങളിലേക്കും അതുപോലെ തന്നെ വേദങ്ങളിലേക്കും ആ വേദങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ടെടുത്ത്
കൂലങ്കഷമായി പരിശോധിച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഋഗ്വേദം, അതിനെ തുടർന്ന് സാമം, യജുസ്, അഥർവണം തുടങ്ങിയ വേദങ്ങളെ കുറിച്ചും വളരെ ചിന്താഗന്ധുരമായ അഭിപ്രായങ്ങൾ, അന്വേഷണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണങ്ങളായി ബ്രാഹ്മണങ്ങളെ എല്ലാം പരിചയപ്പെടുത്തിയിരിക്കുന്നു. ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ഉപനിഷത്തുക്കളിലേക്കാണ് സാമ്പശാസ്ത്രങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത്. അതിൽ അന്തർലീനമായിട്ടുള്ള ബ്രഹ്മം, പരമാത്മ, പുനർജന്മം തുടങ്ങിയവയൊക്കെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ച എല്ലാ ദർശനങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും ഇവിടെ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതമാണ്. ഇങ്ങനെ വേദങ്ങളെ പുരസ്കരിച്ചും ബ്രാഹ്മണങ്ങളെ പുരസ്കരിച്ചും അതുപോലെ തന്നെ ഉപനിഷത്തുക്കളെ ആധാരമാക്കിയും ഉള്ള പ്രതിപാദനത്തിന് ശേഷം അതോടൊപ്പം തന്നെ പ്രാധാന്യം നൽകി ഇതിനെല്ലാം ഉപരിയായി ഇവിടെ നിലനിന്നിരുന്ന അവൈദികമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ചാർവാക ദർശനം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. വേദനിഷേധികളായിട്ടുള്ള വേദങ്ങളിലെ പല നിരീക്ഷണങ്ങളെയും എതിർത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ചാർവാക ദർശനം, ജൈനം, ബുദ്ധമത ദർശനം തുടങ്ങിയവയ്ക്കും വളരെ ഔദിത്യപൂർവ്വം ഈ ഗ്രന്ഥത്തിൽ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പിന്നീട് പുരാണങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദീർഘമായ ഉപന്യാസവും ദീർഘമായ ഒരു ഉപദർശനവും ഒരു ഉപാഖ്യാനവും ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. വാമനം, അഗ്നി, ഗാരുഡം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മാണ്ഡം, ശ്രീഭാഗവതം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ പുരാണ ഇതിഹാസങ്ങളും സാമ്പശിവശാസ്ത്രികൾ പരിചിന്തനത്തിന് വിധേയമാക്കിയിരിക്കുന്നു. അങ്ങനെ ധർമ്മശാസ്ത്ര കാണ്ഡത്തിൽ അവസാനിക്കുന്ന ഈ ഗ്രന്ഥം ഹിന്ദുധർമ്മത്തെപ്പറ്റി അറിയുന്നതിന്, സനാതന ധർമ്മത്തെപ്പറ്റി അറിയുന്നതിന് നമുക്ക് ഉപജീവിക്കാവുന്ന ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ അതിപ്രാചീനമായ ദ്രാവിഡ സംസ്കാരത്തിലേക്ക് ബ്രാഹ്മണരുടെ അധിനിവേശം കൊണ്ടുണ്ടായ ഫലങ്ങൾ അത് ചരിത്രപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഏതാണ്ട് ഗോത്ര സദൃശമായ ഒരു ജീവിതം നിലനിന്നിരുന്ന ക്രിസ്തു ആദി ശതകങ്ങളിൽ അങ്ങ് പടിഞ്ഞാറൻ തീരത്തുകൂടി പല പ്രാവശ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണ സമൂഹങ്ങൾ വലിയൊരു സ്വാധീനമാണ് കേരള സംസ്കാരത്തിലും അതുപോലെ കേരള ഭാഷയിലും വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കതിനു മുമ്പ് ഈശ്വരാരാധന ഇല്ലായിരുന്നു എന്നല്ല, പക്ഷേ വൈദികനിഷ്ഠമായ ദേവാർത്തന പദ്ധതി പ്രകാരമുള്ള ആചാരങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അതൊക്കെ കൊണ്ടുവരികയും ശിലകൾ പടുത്തുകെട്ടി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ദേവനെയും ദേവിയെയും കുടിയിരുത്തി ഹിന്ദുമതത്തിന് ഒരു സ്ഥായിത്വം ഉണ്ടാക്കിക്കൊടുത്തതിൽ, ഒരു അസ്തിത്വം ഉണ്ടാക്കിക്കൊടുത്തതിൽ ആര്യബ്രാഹ്മണർക്കുള്ള സ്ഥാനം നിഷേധിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ സമയം കൂടുതൽ എടുക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞത് ബ്രാഹ്മണ ആധിപത്യത്തോടുകൂടി ബ്രാഹ്മണ അധിനിവേശത്തിന്റെ ഫലമായി നമ്മൾ മലയാളം ഒരു പ്രത്യേക ഭാഷയായിട്ട് ദ്രാവിഡ ഗോത്രത്തിൽ നിന്നും സ്വതന്ത്രമാവുകയും ഒരു പ്രത്യേകമായ ക്ഷേത്ര സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ചരിത്രത്തിന് ഉദയം കുറിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ കൊല്ലവർഷാരംഭത്തിന് ശേഷം ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ടായി. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ധാരാളം ക്ഷേത്രങ്ങൾ
തിരുവിതാംകൂറിലുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു വിവരണം, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണവും സാമ്പത്തിക ശാസ്ത്രികൾ ഈ ഗ്രന്ഥത്തിൽ അടക്കി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതി എന്താണ്, അതിലെങ്ങനെ ദ്രാവിഡ സംസ്കൃതിയും ജയിച്ചു, ഇവ രണ്ടും കൂടി ചേർന്ന് എങ്ങനെ കേരള സംസ്കാരം ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിരീക്ഷിച്ചറിയുവാൻ, നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ ആചാരമര്യാദകൾ, അതിൻ്റെ ശാസ്ത്രീയത എന്നിവയെക്കുറിച്ച് അറിയുന്നതിന് ഈ ഗ്രന്ഥം വളരെയേറെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഇത് അത്യന്തം നിഷ്ണാതരായ പണ്ഡിതന്മാർ പരിശോധിച്ചിട്ടുള്ളതും അവർ അതിനെ അംഗീകരിച്ചിട്ടുള്ളതാണെന്നും ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ. ഡോക്ടർ എൽ എ രവിവർമ്മ, അതുപോലെ തന്നെ സർ സി പി രാമസ്വാമി അയ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തോടുകൂടിയാണ് ഈ ഗ്രന്ഥം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത്. ഇതിനൊരു പുനർപതിപ്പുണ്ടായത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമഫലമായിട്ടാണ്. വളരെ സ്റ്റാൻഡേർഡുള്ള, വളരെ നിലവാരപ്പെട്ട ഈ ഗ്രന്ഥം എല്ലാവരും പഠിക്കണം, വായിച്ചിട്ട് കാര്യമില്ല, പഠിക്കണം എന്നുള്ള ഒരു എന്നുള്ള ഒരു അഭ്യർത്ഥന മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം ഇവിടെ അവതരിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും വണക്കം. ശ്രീ പ്രബോധ മധുദൈവൻ സാറിന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ബഹുമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അനന്തപുരം സാറിനെ കേട്ടുവാനും സംസാരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണ ശൃംഖലയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് ഹിന്ദുമത പ്രദീപിക എന്നത്. ഹിന്ദുമതത്തെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഹിന്ദുമത പ്രദീപിക എന്നത്. ഇവിടെ പരിചയപ്പെടുത്തൽ നടത്തുമ്പോൾ വ്യക്തമാക്കിയ വിവരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്ര സമഗ്രമായ ഒരു ഗ്രന്ഥം ഈ മേഖലയിൽ നമ്മുടെ കേരളത്തിൽ വേറെ ലഭ്യമല്ല എന്നതും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഈ പുസ്തകത്തെ ഇത്തരമൊരു വേദിയിൽ പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയതിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷകരമായ ഒരു മുഹൂർത്തമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം കേരളത്തിലെ ആകെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വായനയിലൂടെ വളരുക എന്നത് വായന ലഹരിയാണ് എന്ന ആശയം ബഹുജനങ്ങൾ എത്തിക്കാനും അതിനനുസൃതമായി ആ വായനയിലേക്ക് ബഹുജനങ്ങളെ ആകർഷിക്കാനും കഴിയുന്ന ഒരു സംരംഭമാണ് കേരള നിയമസഭ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വായന തീർച്ചയായും ധർമ്മനിഷ്ഠമായ ഒരു ജീവിതത്തിൻ്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് തീർച്ചയായും സഹായകരമാകുമെന്നത് യാതൊരു സംശയവുമില്ല. ധർമ്മനിഷ്ഠമായ ഒരു ജീവിതമാണ് സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്നത് എന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതാണ്. അതിലേക്ക് നയിക്കാൻ തീർച്ചയായും വായനയ്ക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഈ ഹിന്ദുമത പ്രദീപിക പോലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മലയാള ഭാഷയിൽ
വലിയ തോതിലുള്ള അപഘാതം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് പുരാണ ഗ്രന്ഥങ്ങൾ ഇതിഹാസങ്ങളെ സംബന്ധിച്ചും രാമായണമായാലും അതുപോലുള്ള മറ്റു പുസ്തകങ്ങളുടെ വായനയും ഭാഷാ പാണ്ഡിത്യം നേടിയെടുക്കാൻ അത്തരം പുസ്തകങ്ങളെല്ലാം സഹായകരമാകുമെന്നതുപോലെ തന്നെ ഈ ഹിന്ദുമത പ്രദീപികയും ആ തരത്തിൽ പ്രയോജനകരമായ ഒരു പ്രസിദ്ധീകരണമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്യം അവസാനിപ്പിക്കട്ടെ. ഇതിന് അവസരം നൽകിയ കേരള നിയമസഭയുടെ പ്രത്യേകിച്ച് സ്പീക്കർ അടക്കമുള്ളവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നിർത്തട്ടെ. നമസ്കാരം. ഹിന്ദുമത പ്രദീപികയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ മധുദേവൻ സാറിനെ ക്ഷണിക്കുന്നു. ആരാധ്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആരാധ്യനായ മെമ്പർ അഡ്വക്കേറ്റ് ഈവൻ സാർ, ആരാധ്യനായ മെമ്പർ ശ്രീ സുന്ദരേശൻ സാർ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഈ വേദിയിലിരിക്കുന്ന വ്യക്തികളെ, എൻ്റെ ഞാൻ കരുതുന്ന ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാർ അവരുടെ, അതുപോലെ നമ്മുടെ കമ്മീഷണർ ശ്രീ പ്രകാശ് സാർ, ചീഫ് എഞ്ചിനീയർ ശ്രീ അനിൽ കുമാർ സാർ, സെക്രട്ടറി എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ വൈകുക ഗതിയിലെ അതുപോലെ നമ്മുടെ കൾച്ചർ അധ്യക്ഷൻ ശ്രീ മധുവൻ നായർ, വേദിയിലിരിക്കുന്ന ജനങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ ഈ പുസ്തകത്തിനോട് എനിക്കൊരല്പം വൈകാരിക ബന്ധമുണ്ട്. 2002 ഞാൻ ദേവസ്വം ബോർഡിൽ വന്നപ്പോൾ ഈ പുസ്തകം വളരെ ഡാമേജായിട്ട് പേജ് ഒന്നും പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ പൊതിഞ്ഞൊരു മൂലയ്ക്ക് കിടന്നാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ പുസ്തകത്തിനെ പറ്റി വായിച്ചിട്ടുണ്ട്. ആ ഓർമ്മ കൊണ്ട് വന്നോടെ ഞാൻ നേടിയത് ഈ പുസ്തകമാണ്. അങ്ങനെ ഇത് കിട്ടിയതിന് ഞാൻ കൊണ്ടുപോയി ലാമിനേറ്റ് ചെയ്ത് പേജ് ശരിയാക്കി. അപ്പോൾ അക്ഷരങ്ങൾ പലതുമില്ല, വാക്കുകളില്ല. അതെല്ലാം പണ്ഡിതന്മാരായ പലരെയും സഹായത്തോടുകൂടി ഞാൻ തയ്യാറാക്കിയ പുസ്തകമാണിത്. ഇത് 1942 മഹാരാജാവ് ടി തിരുനാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഉത്തരവനുസരിച്ച് നിർമ്മിച്ച പുസ്തകമാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചത് മഹാപണ്ഡിതനായ സാമ്പത്തിക ശാസ്ത്രിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ത്രൂഔട്ട് ഇന്ത്യ, അതായത് കാശ്മീർ വരെ 6 വർഷം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ശേഖരിച്ച വസ്തുതകളാണ് ഇതിൽ ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പ്രത്യക്ഷരം ശരിയാണ്. നിങ്ങളിത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആദ്യ അവസാനം ഹിന്ദുമതത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന്, അതിൻ്റെ ടെനൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള പുസ്തകമാണിത്. ഇത് അന്ന് ഞാൻ 2002 പബ്ലിഷ് ചെയ്തതിന് ശേഷം 20 വർഷം കഴിഞ്ഞ് ഇതുവരെ ഇതിന് അടുത്തൊരു പതിപ്പുണ്ടായില്ല. അതിന് ഈ ബഹുമാനപ്പെട്ട ബോർഡ് തീരുമാനമെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 1942 30ാം പിറന്നാളിന് സമ്മാനമായി മഹാരാജാവിന് സമർപ്പിച്ച പുസ്തകമാണ്. ഹോം സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ 2ാം ഭാഗം ചെയ്തിരിക്കുന്നത്. ഇതിനെ പറ്റി, ഈ പുസ്തകത്തിനെ പറ്റി അന്ന് പ്രസിഡൻ്റായിരുന്ന ബാബു സാറ് വന്ന് തീരാറായ സമയത്തായിരുന്നു ഞാൻ വരുന്നത്. ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ എന്ത് വേണോ ചെയ്തോളാൻ പറഞ്ഞു. സാറ് പിന്നെ എനിക്ക് കണ്ടില്ല. ഈ പുസ്തകത്തിൽ ഒരിടത്ത് എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം പണ്ഡിതനായ സാമ്പത്തിക ശാസ്ത്രിയുടെ പേരിൻ്റെ താഴെ
എൻ്റെ പേരിൽ വെക്കുന്ന ഭംഗിയെല്ലാം വരുത്തിക്കൊണ്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശുദ്ധിപത്രം തയ്യാറാക്കി ആദ്യാവസാനം പരിശോധിച്ച് ചെയ്ത ബുക്കാണ്. പിന്നെ വേറൊരു കാര്യം, അന്ന് ഇതിന് ഒരു അനുക്രമണമായിട്ട് ഒരു ഇൻഡെക്സ് കൂടെ തയ്യാറാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് ബോർഡ് പറഞ്ഞു ഒരു ഓണം സമയമായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. പിന്നെ കവർ ചെയ്യാനും പ്രത്യേകം ഡിസൈനോ ഏർപ്പാടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം നമ്മൾ തന്നെ സ്വകാര്യമായി ചെയ്തതാണ്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പിറവി. ഇനി ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യാവസാനം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ആദ്യാവസാനം ഇതിൽ പറയുന്നുണ്ട്, ഈ പുസ്തകം തയ്യാറാക്കുന്നത് ഹിന്ദു മത ഗ്രന്ഥമാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇത് സകല പേർക്കും 10 ജനങ്ങൾക്കും പഠിക്കാൻ ഉപകരിക്കുന്ന, വിശേഷിച്ച് 36-ൽ അദ്ദേഹം ക്ഷേത്രപ്രവേശന പ്രവർത്തനം നടത്തിയ ആ സമയത്ത് എന്തെങ്കിലും തീരുമാനമെടുത്തതാണ്. പക്ഷേ പറ്റിയ ഒരാളെ കണ്ടുകൂടാൻ ശ്രമം നടത്തി. അങ്ങനെയാണ് ഫ്രാൻസിസ് ശാസ്ത്രിക്ക് ഇത് ഒപ്പിട്ടത്. അപ്പോൾ അത് നാട്ടിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് 30-ാം പിറന്നാളിന് ഈ പുസ്തകം റിലീസ് ചെയ്തു. പക്ഷേ പിന്നെ ആരും അത് നോക്കിയില്ല, കണ്ടുമില്ല, ഇതിലൂടെ പോലും അറിയില്ല. അത് തിരികെ ഇതിനൊരു പുനഃപ്രകാശനം ഉണ്ടാകുന്ന 2002-ൽ 60 വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കണം. ഈ പുസ്തകം ദേവസ്വം ബോർഡിനെ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അതിന് ഒരു മോചനം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഏത് കാര്യം പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ആദ്യവസാനം നോക്കണം, എന്താണ് മതം? മതം എന്ന് പറയുന്ന വാക്കിന് അഭിമതം എന്നാണ് അർത്ഥം. എൻ്റെ ഇവിടെ ഇരിക്കുന്ന മാന്യ സുഹൃത്ത് നടുവട്ടം ഗോപാലകൃഷ്ണൻ വളരെ ഗംഭീരമായി ഒക്കെ അവതരിപ്പിച്ച വിഷയമാണ്. ഇങ്ങനെ ഞാൻ ഒന്ന് സാനുഷാംഗികമായി എന്ന് പറയുന്നതേ ഉള്ളൂ. ഈ പുസ്തകം ഏത് കാര്യം മതം എന്താണ്, അഭിമതമാണ്. ഇതിന് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമില്ല. പക്ഷേ ഇത് സംസ്കാരമാണെന്നാണ് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മനുഷ്യനാണ്. എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്? റെയ്നോൾഡ് വില്യംസ് ആണ് ഈ ഇതിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് ഒരു ഗ്രന്ഥം, ആധികാരികമായ ഗ്രന്ഥം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് വേ ഓഫ് ലൈഫ്. എന്നിട്ട് അദ്ദേഹം കൂടുതൽ അതിനെ തന്നെ വീണ്ടും വ്യാഖ്യാനിച്ച് പറഞ്ഞു, ഒരു ജനത്തിന് ഒരു മനുഷ്യനെ കണ്ടാൽ അയാളെ സംസ്കാരം അറിയാം, ആ മനുഷ്യനെ വെച്ച് ആ സമൂഹത്തിൻ്റെ സംസ്കാരം അറിയാം, ആ പ്രദേശത്തിൻ്റെ സംസ്കാരം അതിലൂടെ നമുക്ക് നിറവേറ്റുന്നു എന്ന് റെയ്നോൾഡ് വില്യംസ് പറഞ്ഞതുപോലെ, അതുപോലെ ഈ സംസ്കാരത്തിനെ കുറിച്ച് പിന്നെ മതത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഇതൊരു മതമല്ല, ഇതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെ നമുക്ക് ഒരിക്കലും ഒരു മതമായി കാണരുത്, ഇത് വേ ഓഫ് ലൈഫാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്വൈത ഫിലോസഫിയുടെ ഭാഷ്യം തയ്യാറാക്കിയപ്പോൾ അതിൽ അദ്ദേഹം ഇത് നല്ലവണ്ണം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം, അത് സംസ്കാരത്തിനെ കുറിച്ച്. പിന്നെ ഇതിൽ വേറെ കാര്യം ആയോ പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സാധാരണ പുസ്തകങ്ങൾ 3 രീതിയിൽ പറയും. ഒന്ന് 2 പ്രാവശ്യം വായിച്ചിട്ട് മാറ്റുക. രണ്ടാമത് 2-3 പ്രാവശ്യം വായിച്ചിട്ട് മാറ്റി വയ്ക്കും. മൂന്നാമത് കൂടെ പഠിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ വിഷയങ്ങൾ പഠിച്ച് അറിയാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് കൂടി പറഞ്ഞ് മൂന്നാമത്തെ ഗണത്തിൽ പെടുന്ന പുസ്തകമാണെന്നൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന മാന്യ ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ട് പിന്നെ ഇതിനവസരമൊരുക്കിയ ദേവസ്വം ബോർഡിനും അതിൻ്റെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പേരിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്യം നന്ദി.